പിന്നെ അതിനേക്കാൾ എല്ലാം ഉപരി ഈ പറഞ്ഞ എവിടെ ചെന്നാലും ഇപ്പം കാണുന്നു. കഴിഞ്ഞ ദിവസം വൈറ്റ് ഗോൾഡിൻ്റെ ഓണർ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് അഖിലിന് മോണിറ്ററി ബെനിഫിറ്റ് കിട്ടിയെന്ന് കണ്ടിട്ടായിരിക്കും. ഞങ്ങളൊക്കെ വിചാരിച്ചു അഖിലിൻ്റെ ഒരു 4-5 കോടി രൂപ കിട്ടി കാണും, അതുകൊണ്ടാണ് അഖിലിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കോൺഫിഡൻറ്റ് റോയ് സാറിൻ്റെ ബ്രദറും ഈ വൈറ്റ് ഗോൾഡിൻ്റെ വേറൊരു കക്ഷി, ഇവരും പുള്ളി ഇതേ അഭിപ്രായം. ഇന്ന് എയർപോർട്ടിലെ സ്പീഡ് വിങ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓണർ സനിലുണ്ട്. പുള്ളി എൻ്റെ അടുത്ത് ഇതേ ചോദ്യം ചെന്നാ ചോദിച്ചത്, എന്തിനാണ് പാർട്ടി വിട്ടത്, പൈസ വല്ലതും കിട്ടിയിട്ടാണോ വിട്ടത്? ഇത് മറ്റൊരു രീതിയിൽ നെഗറ്റീവ്. അതായത് എവിടെ ചെന്നാലും പൈസ കിട്ടിയത് കൊണ്ടാണ് പാർട്ടി വിറ്റത്. യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു ഇലക്ട്രിക് വണ്ടി എടുത്തത് തന്നെ എൻ്റെ ബെൻസ് കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഗോവേട്ടാ, ഞാനേ 1-2 കാര്യങ്ങൾ വളരെ സ്നേഹത്തോടെ ഒന്ന് പറയുകയാണ്. മറ്റൊന്നുമല്ല, ഇപ്പം ഞാൻ ഈ 2020 ചേർന്നത് എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ഏറ്റവും വിഡ്ഢിത്തരപൂർണമായ തീരുമാനമായിരുന്നു എന്നതാണ് എൻ്റെ അനുഭവവും ചുറ്റുപാടുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്ന പരമമായ യാഥാർത്ഥ്യം. അത് എൻ്റെ തീരുമാനം തെറ്റിയതായിരുന്നില്ല, മറിച്ച് കൊട്ടാരക്കര മത്സരിക്കാമായിരുന്നൊരു സാഹചര്യം നഷ്ടപ്പെട്ടതോടുകൂടി ഒരു ഭാവി സാധ്യത പോലും രാഷ്ട്രീയപരമായിട്ട് അടഞ്ഞു പോകുന്നൊരു അന്തരീക്ഷമാണ് ഉണ്ടായത്. അതിൻ്റെ കാരണങ്ങൾ ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട ഏറ്റവും മിനിമം ക്വാളിറ്റി എന്ന് പറയുന്നത് കൂടുള്ളവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ABCD 7 അയലത്തൂടെ പോകാത്ത ഒരാളായി പോയി 2020 ചെയർമാൻ എന്ന് പറയുന്നത്. അത് എനിക്ക് സാബു ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുകയും ഭയങ്കര ക്വാളിറ്റിയുള്ളൊരു മനുഷ്യനായിട്ട് ഞാൻ മനസ്സിൽ കാണുകയും ചെയ്തിരുന്നു. പക്ഷെ ഞാൻ ഇതിൽ വന്നതിന് ശേഷം പലപ്പോഴായിട്ട് പുള്ളി കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മാസമായിട്ട് ഒരു തവണ പോലും നമ്മളെയൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുകയോ മറ്റെന്തെങ്കിലും രീതിയിൽ ഒരു സപ്പോർട്ട് ചെയ്യുകയോ, എന്തിനേറെ പറയുന്നു, ഞാൻ വീട് വെച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നമ്മുടെ പാർട്ടി പരിപാടിക്ക് പങ്കെടുത്ത കിഡ്നി ഫെയിലിയറായ ഒരു പയ്യന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു എന്നത് പോയിട്ട് ഒരു തവണ പോലും ഒരു മെസ്സേജിന് പോലും ഒരു റിപ്ലൈ അയക്കാനുള്ള മാന്യത പോലും ഇങ്ങനെ കാണിച്ചിട്ടില്ല. മിനിമം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊക്കെ വളരെ ലോ പ്രൊഫൈൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയപ്പോഴും നമ്മളെ വിശ്വസിക്കുന്ന ഒരുത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കും. ഇത് ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നേരിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരൊറ്റ തീരുമാനത്തെ തുടർന്നാണ്. അതുവരെ എനിക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു, ആൾക്കാർക്കിടയിൽ ഒരു ഇഷ്ടമുണ്ടായിരുന്നു, വിശ്വാസ്യത ഉണ്ടായിരുന്നു, കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനാണെന്നൊരു ഇമേജ് ഉണ്ടായിരുന്നു. എല്ലാ ആൾക്കാരും ഇന്നിതിപ്പം ഈ മെസ്സേജ് അയക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇന്നത്തതും കൂടെ ചേർത്തിട്ട് 4ാമത്തെ ഒരു പ്രോഗ്രാമാണ് എനിക്ക് നഷ്ടപ്പെടുന്നത്. ഈ NDA ചേർന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് പലതും വിളിച്ച് കമ്മിറ്റ് ചെയ്ത് ഈവൻ അഡ്വാൻസ് എന്ന പരിപാടികൾ ക്യാൻസലായിപ്പോയി. ഇന്നിപ്പോൾ കുന്നംകുളത്ത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രോഗ്രാം ഇന്നല്ല, പ്രോഗ്രാം 21-ാം തീയതിയായിരുന്നു. ആ പരിപാടിയിൽ 1.5 ലക്ഷം രൂപ സമ്മതിച്ച് എനിക്കതിൽ 25,000 അഡ്വാൻസ് തന്ന് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ എന്നെ വിളിച്ചത് മന്ത്രി ജിനീഷ് കുമാറാണ് എൻ്റെ ഉദ്ഘാടനം. പക്ഷേ അവർക്ക് നമ്മുടെ രാഷ്ട്രീയപരമായ ചില പ്രശ്നങ്ങൾ കാരണം അവർക്ക് അതിൽ നിന്ന് എന്നെ ഒഴിവാക്കേണ്ടതായിട്ടുള്ള സാഹചര്യം അതായത് പഞ്ചായത്തിൽ എനിക്ക് പൈസ തന്നത് അത് അവിടെ നടത്തുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഓണേഴ്സാണ് തരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ക്യാൻസൽ 4ാമത്തെ പരിപാടിയാണ്. അങ്ങനെ ഈ കഴിഞ്ഞ 2 മാസമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻസ്, ആരെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടിക്ക് വിളിക്കുന്നെങ്കിൽ ഞാനുമായിട്ട് എന്നെ ഒഴിവാക്കാൻ പറ്റാത്ത അത്രയും ബന്ധവും അല്ലെങ്കിൽ വരുന്നിടത്ത് വെച്ചിട്ട് കണ്ടോളാമാകില്ലേ കുഴപ്പമില്ല എന്ന് കരുതി വിളിക്കുന്നു വരും. അപ്പോൾ ഇങ്ങനെയൊന്നും എനിക്കൊന്നും ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല മുന്നോട്ട്. സാധാരണ നമ്മളെയൊക്കെ കണക്ക് ഒരാളെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായ അക്കോമഡേഷൻ ചെയ്തിട്ടാണ് വിളിക്കുന്നത്. ഇപ്പം ഇതിപ്പം ഇതിൽ അക്കോമഡേഷൻ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഞാൻ എന്ത് കാരണം കൊണ്ടാണോ ഇതിൽ വന്നത് അതുപോലും ചെയ്തു തരാൻ പറ്റാതെ ഇപ്പം തൃപ്പൂണിത്തറ സീറ്റ് എല്ലാവരും, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ ഞാനൊരു പ്രോഗ്രാമിലുണ്ടായിരുന്നു. നമ്മുടെ ഇദ്ദേഹം ഞാൻ പേര് പറഞ്ഞു, പി രാജീവിൻ്റെ കൂടെ നമ്മുടെ പഴയ IPS ഓഫീസർ ഉണ്ടായിരുന്നു. പണ്ട് ശബരിമല വിഷയത്തിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് സുന്ദരകുട്ടപ്പൻ IPS ഓഫീസർ പുള്ളിയൊക്കെ ഉണ്ടായിരുന്നു. അവരുൾപ്പെടെ സകല ആൾക്കാരും എന്നോട് ചോദിക്കുന്ന ചോദ്യം, ശരി അഖിൽ NDA പോയി, എന്തുകൊണ്ട് അഖിലിന് തൃപ്പൂണിത്തറ സീറ്റ് തന്നില്ല? ഇതുപോലെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണ് നടന്നത്, എന്താണ് സംഭവിച്ചത്, ഇതൊന്നും നമുക്ക് ആരുടെ അടുത്തും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഞാൻ മടുത്തു. ആക്ച്വലി 1% പോലും നമ്മളെ തിരിഞ്ഞു നോക്കാത്ത, നമ്മുടെ അടുത്ത് ഒരു കാര്യങ്ങൾ പറയാത്തൊരു രാഷ്ട്രീയ പാർട്ടിക്കൊന്നും വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ ഒരു വിലയുമില്ല. 2020 അത് എന്ത് വില ഉള്ളവരെല്ലാം പോയി. ആകെ 2 പേരാണ് ഇവർക്കാരെ മത്സരിക്കാൻ നമ്മുടെ മത്സരിച്ച സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ആളും പേരും ഇല്ലാത്ത, യാതൊരു പൊസിഷനും ഇല്ലാത്ത, പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നമ്മൾ തുടരണമെങ്കിൽ കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാവണം. ഇത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നതാണ്. അതായത് അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അക്കോമഡേഷൻ, കാരണം നമുക്ക് ജീവിക്കണം. ഞാൻ ആ രീതിയിൽ ജീവിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ലൈഫ് കൊണ്ടിട്ട് ഞാൻ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നാഷണലിസ്റ്റ് പാർട്ടിയാണ്, BJP എന്ന് പറഞ്ഞാൽ നാഷണലിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യയിൽ എവിടെ ചെന്നാലും അതിൻ്റെ റെസ്പെക്റ്റും അതിൻ്റെ ഒരു വാല്യൂ നമുക്കുണ്ടാവും. ഇതിൽ നമുക്കതില്ല. ഞാൻ ഒരു വോയിസും കൂടെ ആയിട്ട് അയച്ചേക്കാം കരുത്. പിന്നെ 2, അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോർഡോ സെൻട്രലിൻ്റെ ഏതെങ്കിലും ബോർഡോ കാര്യങ്ങളോ നമുക്ക് വേണ്ടി അത് ചോദിച്ചു വാങ്ങണം. കാരണം നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. എടുത്ത തീരുമാനം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ തീരുമാനം എടുക്കാനുള്ള കാരണം കൊട്ടാരക്കര സീറ്റ് എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ അത് കൊടിക്കുന്നിൽ സുരേഷിനോട് എനിക്കുള്ള ദേഷ്യവും കൊട്ടാരക്കരയിൽ അയാൾ നിർത്തിയ സ്ഥാനാർത്ഥിക്കെതിരെ അവിടെ വർക്ക് ചെയ്ത് മാക്സിമം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചെയ്യണമെന്നൊക്കെയുള്ള ചിന്തയായിരുന്നു.
തൃക്കാക്കരയിൽ ഇവിടെ ഒരു വർക്കും നടന്നിട്ടില്ല. അതായിരുന്നു സത്യം. ഇത് ഞാൻ മനസ്സിലാക്കുന്നതൊക്കെ ഇലക്ഷന് ശേഷമാണ്. പല ആൾക്കാർ നമ്മുടെ ചുറ്റിനും നടക്കുന്ന ഒരു 10-40 പേർക്ക് അപ്പുറത്തേക്ക് ഇവിടെ സംഘടനയില്ല, ആളില്ല, പേരില്ല, ഒരു മനുഷ്യനില്ല. ഈ മത്സരിച്ചതിന് ശേഷമാണ് തൃക്കാക്കര മണ്ഡലം എന്താണെന്ന് ഞാൻ അറിയുന്നത്. ഞാൻ പല ഏരിയയിലും മറ്റുള്ള പലരും വഴി പോകുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവിടൊക്കെ ആയിരുന്നു നമ്മുടെ വോട്ട് കിടന്നിരുന്നത്. കുറേ ടൗണുകളിലും സിറ്റികളിലും കേരളത്തിൻ്റെ പല ആൾക്കാർ കൂടിച്ചേരുന്ന പല പ്രദേശങ്ങളിലും കൊണ്ടിട്ട് കറക്കി, ഇവർക്ക് കുറച്ച് സ്വാധീനമുള്ള കുറച്ച് മേഖലകളിലും കൊണ്ടിട്ടൊന്ന് കറക്കി വിട്ടതല്ലാതെ ഒരു പ്രോപ്പർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താനോ അതൊന്ന് കോർഡിനേറ്റ് ചെയ്യാനോ ഇവിടൊന്നും ആളുമില്ല, പേരുമില്ല. ആരും BJP-ക്കാരെ ഒരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവർക്ക് ആളില്ല, അവർക്ക് അത്രയ്ക്കുള്ള ആളേ ഉള്ളൂ. പിന്നെ അതിനേക്കാൾ എല്ലാം ഉപരി ഈ പറഞ്ഞ എവിടെ ചെന്നാലും ഇപ്പോൾ കാണുന്ന, കഴിഞ്ഞ ദിവസം വൈറ്റ് ഗോൾഡിൻ്റെ ഓണർ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് അഖിലിന് മോണിറ്ററി ബെനിഫിറ്റ് കിട്ടിയെന്ന് കണ്ടിട്ടായിരിക്കും. ഞങ്ങളൊക്കെ വിചാരിച്ചു അഖിലിൻ്റെ ഒരു 4-5 കോടി രൂപ കിട്ടി കാണും, അതുകൊണ്ടാണ് അഖിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കോൺഫിഡൻറ്റ് റോയ് സാറിൻ്റെ ബ്രദറും ഈ വൈറ്റ് ഗോൾഡിൻ്റെ വേറൊരു കക്ഷി, ഇവരും പുള്ളി ഇതേ അഭിപ്രായം. ഇന്ന് എയർപോർട്ടിലെ സ്പീഡ് വിങ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓണർ സനിലുണ്ട്. പുള്ളി എൻ്റെ അടുത്ത് ഇതേ ചോദ്യം എന്നാ ചോദിച്ചത്, എന്തിനാണ് പാർട്ടി വിട്ടത്, പൈസ വല്ലതും കിട്ടിയിട്ടാണോ വിട്ടത്? ഇത് മറ്റൊരു രീതിയിൽ നെഗറ്റീവ്. അതായത് എവിടെ ചെന്നാലും പൈസ കിട്ടിയത് കൊണ്ടാണ് പാർട്ടി വിറ്റത്. യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു ഇലക്ട്രിക് വണ്ടി എടുത്തത് തന്നെ എൻ്റെ ബെൻസ് കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനൊരു മണ്ഡലത്തിൽ കിടന്ന് നമ്മൾ സ്വയം നശിച്ച് ഭാവിയില്ലാതെ എനിക്കങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് എൻ്റെ സിനിമ സംവിധാനം ചെയ്യണം. സിനിമ ഞാൻ സംവിധാനം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ എനിക്ക് ബാധ്യതയാണ്. ഇപ്പം ഞാൻ ഏഷ്യാനെറ്റിലൊരു ഷൂട്ടിന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ദൈവാനുഗ്രഹിച്ച് അതൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് വന്നതാണ്. ഇതൊക്കെ വന്നില്ലായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതെല്ലാം വിറ്റുപറക്കി കിടന്ന് തെണ്ടേണ്ടി വന്നേനെ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോക്ക് നടക്കത്തില്ല. പിന്നെ ഈ പബ്ലിക്കായിട്ട് എനിക്ക് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ ഒരുപക്ഷെ നമ്മുടെ അടുത്ത് വരത്തതുമില്ല. കാര്യം കണ്ടിന്യൂസ് വരുന്ന ആൾക്കാർക്കിടയിൽ ഇന്ത്യയുടെ ഭാഗമായതിനെ തുടർന്നുണ്ടാകുന്ന നെഗറ്റീവ്സ് ഞാൻ സഹിക്കാമായിരുന്നു. എന്നെ ആ രീതിയിൽ പരിഗണിച്ചിരുന്നവരായിരുന്നെങ്കിൽ, എന്നോട് ആ രീതിയിൽ ആത്മാർത്ഥത കാണിച്ചവരായിരുന്നെങ്കിൽ 100% നമ്മൾ പരിഗണിക്കാമായിരുന്നു. എവിടുന്ന് ഒരു അലവലാതി മറ്റേ ഇന്ത്യയുടെ മാർക്കറ്റിങ്ങിൻ്റെ ഒരുത്തനാന്ന് പറഞ്ഞാൽ വന്നിട്ട് അവനെയൊന്നും പിന്നെ ഇലക്ഷന് ശേഷം കണ്ടിട്ട് കൂടിയില്ല. അപ്പം ഇങ്ങനെ അതുകൊണ്ട് ഈ ഒരു സംവിധാനത്തിൻ്റെ കുറേ ടൗണുകളിലും സിറ്റികളിലും കേരളത്തിൻ്റെ പല ആൾക്കാർ കൂടിച്ചേരുന്ന പല പ്രദേശങ്ങളിലും കൊണ്ടിട്ട് കറക്കി, ഇവർക്ക് കുറച്ച് സ്വാധീനമുള്ള കുറച്ച് മേഖലകളിലും കൊണ്ടിട്ടൊന്ന് കറക്കി വിട്ടതല്ലാതെ ഒരു പ്രോപ്പർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താനോ അതൊന്ന് കോർഡിനേറ്റ് ചെയ്യാനോ ഇവിടൊന്നും ആളുമില്ല, പേരുമില്ല. ആരും BJP-ക്കാരെ ഒരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവർക്ക് ആളില്ല, അവർക്ക് അത്രയ്ക്കുള്ള ആളേ ഉള്ളൂ. എനിക്ക് ആ വണ്ടിക്കകത്ത് അത്രയും പെട്രോളും ഡീസലും അടിച്ച് നടക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇലക്ട്രിക് വണ്ടി എടുത്തത്. ആരും അറിയാതെ ബെൻസ് അങ്ങ് വിൽക്കാമെന്ന് കരുതുന്നത് കൊണ്ടാണ്. കാരണം ബെൻസ് നേരിട്ട് വിൽക്കുന്നത് നാണക്കേടല്ലേ. അപ്പോൾ ലോണിട്ട് ഒരു ഇലക്ട്രിക് വണ്ടി എടുത്ത് ബെൻസ് മിണ്ടാതങ്ങ് വിൽക്കാം. പക്ഷേ ബെൻസിനൊക്കെ അറിയാമല്ലോ, വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിപ്രിസിയേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് റിയാലിറ്റിയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. ഇന്ന് വരെ ഒരു കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് പോലും ഒരാൾ ചെയ്യുന്നില്ല. ഇടയ്ക്ക് ഗോപേട്ടൻ വിളിച്ചിട്ട് ഇതാണെന്നൊരു കാര്യം പറഞ്ഞു. ഇത് ഞാൻ ആദ്യം തീരുമാനിച്ചത്, പക്ഷേ നമ്മളത് പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. അതിനുശേഷം ഒരു അനക്കവും ഇല്ല, ആവിയില്ല. അതിന് ഇടയ്ക്കെപ്പോഴോ പറഞ്ഞു പോയി. അതുകൊണ്ട് ഞാനിത് ഉണ്ടാവില്ല. ഞാൻ ഈ ഏഷ്യാൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് പരസ്യപ്പെടുത്തും, അത്രയേ ഉള്ളൂ.